ശീലേ വേദലേ പുണ്യനഗരി കളിക്കൂട്ടിൽ മേരി സുതൻ പിറന്നു പാടിയാലേ ജില്ല പോലെ പൂത്തുലഞ്ഞ മഞ്ഞ പോൽ കുളിർമയേകും താരമേ ശീലേ വേദലേ പുണ്യനഗരി കളിക്കൂട്ടിൽ മേരി സുതൻ പിറന്നു പാടിയാലേലുയാ ഹേമന്തരാവിൻ ശീലേ വേദലേ പുണ്യനഗരി കളിക്കൂട്ടിൽ മേരി സുതൻ പിറന്നു പാടിയാലേലുയാ നീതിയിൻ നായകൻ ലോക സംരക്ഷകൻ പുൽക്കൂട്ടിൽ പൂജാതനായി പാടിയാലേലുയാ നീതിയിൻ നായകൻ ലോക സംരക്ഷകൻ പുൽക്കൂട്ടിൽ പൂജാതനായി പാടിയാലേലുയാ ഗ്ലോറിയ ഹല്ലേലൂയാ ഗ്ലോറിയ ഹല്ലേലൂയാ ഗ്ലോറിയ ഹല്ലേലൂയാ ഗ്ലോറിയ ഹല്ലേലൂയാ സൈന്യവും ഇടയരാജാക്കരും കാഴ്ചയേകി വന്നു കുളിരണിഞ്ഞു നിന്നു വിണ്ണോദ സൈന്യവും ഇടയരാജാക്കരും കാഴ്ചയേകി വന്നു കുളിരണിഞ്ഞു നിന്നു ആഘോഷിച്ചിടാൻ തപ്പുകൊട്ടിപ്പാടാൻ ലോകത്തിൻ നായകൻ ജാതനാ ലോകത്തിൻ നായകൻ ജാതനാ
തേജസായും ഈശോജാതനായ സദ്വാർത്ത ചൊല്ലിടാം. മാനവരൂപമായി ഈശ്വര തേജസായും ഈശോജാതനായ സദ്വാർത്ത ചൊല്ലിടാം. പാടാം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ മാനവനു ശാന്തി. പാടാം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ മാനവനു ശാന്തി. ഗ്ലോറിയ, ഹല്ലേലൂയ, 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 ഗ്ലോറിയ, ഹല്ലേലൂയ. മഞ്ഞുപെയ്യും ശീതരാവിൽ താരവൃന്ദം കണ്ണു ചിമ്മിയോ. സ്നേഹനാഥൻ ജാതനാകും കാലിക്കൂടും സ്വർഗ തേജസാൽ. ഭൂനിലാകെ രാഗമായി മാറിക്കെത്തിയോ, ആനുശാസികീനമായി പിറന്നുവോ. പിന്നിലായി വന്ന മഞ്ഞുതുള്ളി കാതിൽ ചൊല്ലിയോ, ഓമനീനി രാജനായി വരൂ. കീർത്തനങ്ങളാൽ ആയിരം ആയിരം കേട്ടുവോ. പുഞ്ചിരി പകർന്നു നൽകിയോ. വന്നണഞ്ഞുവോ കാവലായി നിന്ന കാലിക്കൂട്ടവും, ശാന്തിഗീതം പാടും ദൂതസംഘവും. മേരിയിൻ ഭാഗ്യമോ വന്നണഞ്ഞുവോ കാവലായി നിന്ന കാലിക്കൂട്ടവും, ശാന്തിഗീതം പാടും ദൂതസംഘവും. മേരിയിൻ ഭാഗ്യമോ ജില്ല പോലെ പൂത്തുലഞ്ഞ രാവതിൽ മഞ്ഞപ്പോൾ കുളിർമയേകും താരമേ. ഗ്ലോറിയ, ഗ്ലോറിയ, പാടിടാം ഗ്ലോറിയ, ഗ്ലോറിയ. ആയിരം ആയിരം കേട്ടുവോ. പുഞ്ചിരി പകർന്നു നൽകിയോ.
പുണ്യരാവതിൽ കാഴ്ചയായി വന്ന യൂതരാജരും രാരിരം പാടുമാട്ടിടയരും പൈതലേ പുൽകിയോ പുണ്യരാവതിൽ കാഴ്ചയായി വന്ന യൂതരാജരും രാരിരം പാടുമാട്ടിടയരും പൈതലേ പുൽകിയോ
നിന്നോമൽ കൈകളിൽ പൂത്തിങ്കളായി കുളിർ വീശിയോ സിരത്തിൻ ചാമരങ്ങൾ പൊഴിഞ്ഞോ മഞ്ഞിൻ കാലങ്ങളിൽ നിൻ പാദങ്ങൾ കളികുഞ്ചിയോ തിരുവോളം മന്ദഹാസം മറന്നിയോ സ്നേഹസംഗീതം
nation groans for a world in darkness, frozen like a stone. Light is breaking in a stable for a throne, and we shall reign forevermore, forevermore. And we shall reign forevermore,
സുജാതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു ക്രിസ്മസ് നാൾ കൂടെ ആഗതമായി. ലോകമെമ്പാടും നിങ്ങൾ ഓരോരുത്തരും ക്രിസ്മസ് ആഘോഷിക്കുവാനായി ഒരുങ്ങിയിരിക്കുകയാണ്. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ നമ്മൾ വളരെ ആഘോഷപൂർവ്വം വരവേൽക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. വീടുകളിൽ നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും പുൽക്കൂടും ക്രിസ്മസ് ട്രീകളും എല്ലാമായിട്ട് നാം നമ്മുടെ വീടുകളെ മനോഹരമാക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കുവാനായി. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ആഘോഷങ്ങൾ നടത്തുകയാണ്. ക്രിസ്മസ് കാരോൾ, ക്രിസ്മസ് സമ്മാനങ്ങൾ, ക്രിസ്മസ് പുൽക്കൂട് മത്സരങ്ങൾ, അങ്ങനെ പലതരത്തിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളെ നടത്തുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഈ ആഘോഷങ്ങൾക്കിടയിലും നമ്മൾ ഒന്ന് ഓർക്കുന്നുണ്ടോ, ഈ ഒരു ക്രിസ്മസ് ആണോ, ഇങ്ങനെ ഒരു ക്രിസ്മസ് ആണോ നമ്മുടെ ക്രിസ്തു ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷമാണോ ക്രിസ്തു ആഗ്രഹിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ക്രിസ്തു പിറന്നത് ഒരു കുടിലിലോ ഒരു വഴിയമ്പലത്തിലോ അല്ല. ക്രിസ്തു പിറന്നത് കാലികൾ മേയുന്ന പുൽത്തൊഴുത്തിലാണ്. അപ്പോൾ ആ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇത്രയും ആഡംബരമായ ക്രിസ്മസ് ആഘോഷങ്ങളാണോ? എന്താണ് നമ്മുടെ ക്രിസ്തു ആഗ്രഹിക്കുന്ന യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം? ഒരു വിധവയായ സ്ത്രീ തൻ്റെ കുടിലിലിരുന്ന് തയ്യൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ മകൾ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മേ, ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല, എനിക്കിനി ആ സ്കൂളിൽ പോകണ്ട, എന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും കളിയാക്കുന്നു, എൻ്റെ ഉടുപ്പ് നോക്കിക്കേ, എൻ്റെ പുസ്തകങ്ങളെ നോക്കിക്കേ, ഇങ്ങനെ എൻ്റെ ഈ ഇല്ലായ്മയെ കണ്ട് അവരെന്നെ കളിയാക്കുകയാണ്, എനിക്കിനി ആ സ്കൂളിൽ പോകാൻ വയ്യ അമ്മേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് അമ്മയുടെ മുമ്പേ വന്നിരുന്ന് കരയുമായിരുന്നു. ഈ കുഞ്ഞ് നിരന്തരം ഇങ്ങനെ കരയുമ്പോഴും ആ കുഞ്ഞിൻ്റെ അമ്മ അവളോട് പറയും, നീ യേശുനാഥനോട് ചോദിക്ക്, നിനക്കെല്ലാം യേശുനാഥൻ തരും. അപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയും, യേശുനാഥന് നമ്മളെ അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അമ്മേ, അതുകൊണ്ടല്ലേ അമ്മ രോഗിയും, എനിക്ക് ഒരു നല്ല ഉടുപ്പില്ല, ഈ ക്രിസ്മസ് നാളിൽ എല്ലാവരും നല്ല ഉടുപ്പിട്ട് നന്നായിട്ട് ആഘോഷിക്കുമ്പോൾ എനിക്ക് മാത്രം ഒന്നിനും പറ്റുന്നില്ല, യേശുനാഥന് നമ്മളെ ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത് അമ്മേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് കരയാറുണ്ടായിരുന്നു. അപ്പോഴും ആ അമ്മ പറയുന്ന മറുപടി ഇത് തന്നെ, നീ യേശുനാഥനോട് ചോദിക്കു കുഞ്ഞേ. ഇത് കേട്ട് ആ കുഞ്ഞ് വളരെ വിഷമത്തോടെ പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകൾ നഷ്ടപ്പെട്ടു പോയ ഒരു ദമ്പതികൾ അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ കുഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നത് കണ്ട് അവർക്ക് മനസ്സലിവ് തോന്നി. ആ ദേവാലയത്തിലെ വൈദികനോട് അവർ കാര്യം അന്വേഷിച്ചു. ഈ കുഞ്ഞ് എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ എന്നുള്ള കാര്യം അന്വേഷിച്ചു. അപ്പോൾ ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും അവരുടെ ഇല്ലായ്മയും ഈ കുഞ്ഞിൻ്റെ കണ്ണീരും കണ്ട് മനസ്സലിഞ്ഞ് അവർ ഒരു തീരുമാനമെടുത്തു, ഒരു ക്രിസ്മസ് സമ്മാനം ഈ കുഞ്ഞിന് നൽകണം. അങ്ങനെ അവർ പിറ്റേ ദിവസം ആ കുഞ്ഞ് പതിവ് പോലെ ദേവാലയത്തിൽ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് മുന്നിൽ ഒരു സമ്മാനപ്പൊതി കൊണ്ടുവച്ചു. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണു തുറഞ്ഞു നോക്കിയപ്പോൾ ഒരു സമ്മാനപ്പൊതി അവളുടെ മുന്നിലിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ അവൾ അതും എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് തുള്ളിച്ചാടിക്കൊണ്ട് ഓടിപ്പോയി. എന്നിട്ട് അമ്മയോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ മോളെ, നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തോട് എന്ത് ചോദിക്കുന്നുവോ അത് നമുക്ക് ദൈവം തരിക തന്നെ ചെയ്യും. ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മോട് കൂടെ തന്നെ ഉണ്ട്. ഈ കുടുംബത്തിൽ ആ കുഞ്ഞുമകളുടെ സന്തോഷത്തിൽ, ആ കുഞ്ഞുമകളുടെ സന്തോഷം കണ്ട് സന്തോഷിച്ച അമ്മയുടെ സന്തോഷത്തിൽ ആ കുഞ്ഞിന് സമ്മാനം നൽകാൻ ഒരുക്കമുള്ളവരായ ദമ്പതികളുടെ മുഖത്തുണ്ടായ സന്തോഷം, ഇതിലല്ലേ യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം നിറഞ്ഞിരിക്കുന്നത്? ഇതല്ലേ യഥാർത്ഥ ക്രിസ്മസ്? മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം പറയുന്നു, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ ചുറ്റും ഒന്നുമില്ലായ്മയിൽ കിടക്കുന്നവരെ താങ്ങുവാൻ, അവരെ കരുതുവാൻ മനസ്സൊരുക്കമുള്ളവരായി നാം മാറണം. അതിന് നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നമ്മളൊന്നുമില്ലാത്തവരായിരിക്കാം, പക്ഷെ നമ്മളെക്കാൾ താഴ്ന്ന ഒരാളെ നമ്മൾ കരുതുവാനായി തയ്യാറെടുക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ തന്നെ ഇരിക്കും. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് 100 ഇരട്ടി പകരം തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ക്രിസ്മസ് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് ഇമ്മാനുവേൽ,
ദൈവം നമ്മോടുകൂടെ. നമ്മുടെ ആഘോഷത്തോടൊപ്പം ആഘോഷിക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്ന നിരാലംബരെ കൂടെ താങ്ങുവാനും കരുതുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഐ വിൽ ബി വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് ടൈം. ഞാൻ എല്ലാ കാലവും നിന്നോട് കൂടെയുണ്ട്. ആമേൻ.